ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എന്തായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തണുപ്പാണ്. ഞാൻ ഓരോ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നല്ലൊരു പനി വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കൈസ് വേറെ ഒന്നുമില്ല, തുമ്മി ഒരു അവശ്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ വ്ലോഗ് എടുക്കാൻ തീരെ വയ്യ. പക്ഷേ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടാലും ചേച്ചി ഇന്ന് വ്ലോഗ് എന്തായാലും ഇടണം, അതുപോലെ വ്ലോഗിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കമൻറ്റ് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വ്ലോഗ് എടുക്കാതെ പോകും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു വയ്യാത്തൊരവസ്ഥയിലാണ്. ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പനി വരാനുള്ള ചാൻസ് നന്നായിട്ട് അപ്പം എന്നാലും ആവിയൊക്കെ ഒന്ന് പിടിക്കുകയാണ്. അപ്പോൾ പണികളൊക്കെ ഏകദേശം എല്ലാം തീർന്നു. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആവണിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ കളിക്കുമായിരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. അപ്പോൾ എന്നാലും അവൾ കിടന്ന് ഉറങ്ങട്ടെ. പിന്നെ തണുപ്പുണ്ട് കേട്ടോ, ഇപ്പോഴും അത്യാവശ്യം തണുപ്പൊക്കെ. എന്നാലും ആ വെയിൽ വന്നിട്ട് രാവിലെ ഒന്നും നേരത്തെ ഒന്നും വെയിൽ വന്നില്ല, കുറച്ച് നേരം ആയിട്ടുള്ളൂ കേട്ടോ വെയിൽ വന്നിട്ട്. എന്നാലും തണുപ്പിന് ശമനമൊന്നും ഇല്ല കേട്ടോ, നല്ല തണുപ്പ് തന്നെയാണ്. പിന്നെ തൊണ്ടവേദന കേട്ടോ, നന്നായിട്ട് തൊണ്ടവേദന, അതേപോലെ തന്നെ തുമ്മലും ജലദോഷം, ഇതാണ് മെയിനായിട്ട്. അപ്പം ഇങ്ങനെ നന്നായിട്ട് ആവി പിടിക്കുന്നത് നമ്മുടെ പനിക്കൂർക്കയിലും അതേപോലെ തന്നെ തുളസിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആവി പിടിക്കുന്നത്. അപ്പോൾ തന്നെ ഒന്നുകൂടി ആവി പിടിക്കാൻ പണികളൊക്കെ എനിക്ക് ഇപ്പോഴായിട്ടൊന്ന് തീർന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ നോക്കാം. അതേപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വിചാരിച്ചിട്ടുള്ളൊരു സംഭവം നമുക്ക് ഇന്നാട്ടോ അത് നടന്നത്. അപ്പോൾ അതെന്താ സംഭവം എന്നൊക്കെ കാണാം. അതാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിലൂടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കമൻറ്റ് കൂടി ആട്ടോ. നമ്മുടെ കുറേ പേര് നമ്മുടെ ഗാർഡനൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ചെടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ നമുക്ക് സെയിലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പാന്തൂര്യത്തിൻ്റെ ആയാലും 2-3 വെറൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കി ഇത് നമ്മുടെ ബോൾസത്തിൻ്റെ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആയാലും 2-3-4 വെറൈറ്റി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന കൂട്ടുകാർക്ക് അറിയുണ്ടാവും നമ്മുടെ കയ്യിൽ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗാർഡനെ സ്നേഹിക്കുന്ന അതേപോലെ നമ്മുടെ കൃഷി വീഡിയോസും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഓരോ കമൻസുകളും നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാട്ടോ. കാരണം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഓരോ കമൻറ്റുകളോട്ടെ. കാരണം അതായത് നിങ്ങൾ തരുന്ന ഈ ഓരോ സപ്പോർട്ടോടെ നമുക്ക് ഓരോ വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ ആയാലും അതേപോലെ തന്നെ നമുക്ക് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കാനൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗാർഡനെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ നമ്മുടെ കൃഷിയും കൂടി സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ കൃഷിയിടത്തിലുള്ള ഓരോ തൈകളും, അതായത് നമ്മുടെ ഏലത്തിൻ്റെ തൈകളായാലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റി കുരുമുളകിൻ്റെ ഇനങ്ങളുണ്ട്, കാപ്പി, അങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിലി വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേനും എന്തായാലും അത് സക്സസ് ആവുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ തൈകളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങളിലേക്ക് എന്തായാലും വരുന്ന വീഡിയോസിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം എത്ര പേർക്ക് അതിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്താനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം എത്ര പേർക്ക് അതിനോട് താല്പര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തായാലും കുറച്ച് അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കിയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ എന്തായാലും വരുന്ന വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ ചെടി നമ്മൾ അധികമായിട്ടില്ലാട്ടോ ഇവിടെ ഒടിച്ച് നട്ടിട്ട്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേ കമ്പുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെറുതെ നട്ടതാട്ടോ. പക്ഷെ നോക്കി നന്നായിട്ട് പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ പൂ കാണാൻ. അപ്പോൾ ചെറിയ മൊട്ടുകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് വലിയ സൈസിൽ പൂവാവുന്നതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഡേയ്സും കൂടി കഴിയുമ്പോഴത്തേനും ഈ ഒരു ചെടി താങ്ങാൻ പറ്റാത്ത അത്രയും വലിയ പൂവാവുന്നതാണ് തോന്നുന്നത്. കാരണം ചെറിയൊരു കമ്പേ ഉള്ളൂ, അതിൽ തന്നെ നോക്കി പൂ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടിക്ക് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചെറിയ മുളകളൊക്കെ ഇങ്ങനെ വന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വട്ടം വീശി നല്ല അടിപൊളിയായിട്ട് വരും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേനും. അതുപോലെ തന്നെ കാഴ്ച നമ്മളിതാ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഗാർഡൻ്റെ കുറച്ചുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൊന്നാട്ടോ നമ്മുടെ ഊട്ടി റോസ് നോക്കി ഒരുപാട് മൊട്ടും അതേപോലെ എന്താ ഒരു മൊട്ട് ഇതാ പൂവിൻ്റെ രീതിയിൽ ഇങ്ങനെ ആയി തുടങ്ങി, ചെറുതായിട്ടൊന്ന് വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നല്ല വലിയ പൂവായി മാറും. അപ്പോൾ നല്ല മണമാട്ടോ ഈ ഒരു ഊട്ടി റോസയ്ക്ക്. എനിക്ക് നല്ല മണം ഉണ്ട്. അപ്പോൾ വിരിയുന്നതനുസരിച്ച് ഇങ്ങനെ ആ സ്മെല്ല് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ആവും കേട്ടോ. അപ്പോൾ ഇതിനൊരു 3-4 കമ്പ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. നോക്കി ഇവിടെയൊക്കെ നല്ല ഉഷാറായിട്ട് പുതിയ തളിരിലേക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുമായിട്ട് നമ്മുടെ ഊട്ടി റോസയുടെ കമ്പ്. അങ്ങനെ നമ്മളിറങ്ങിയതിൻ്റെ പുറകെ നമ്മുടെ ആവണിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട്. ആളിതാ പൂവൊക്കെ നോക്കി ആസ്വദിക്കുവാണേ. പൂ വിരിഞ്ഞോ പൊന്നതില്? ഇതെന്താ പൂവാണ്. പൂ പറിക്കല്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് വലിയ പൂവാവും അല്ലേ? ആവണിക്കുട്ടിക്ക് തലയിലൊക്കെ വെക്കാലോ. ഞങ്ങളുടെ വാവുമൊക്കെ മാറി ഒന്ന് പറഞ്ഞു കൊടുത്തേ. വാവ് കുറവുണ്ട് എന്ന് പറ. അമ്മയ്ക്ക് ഇനി അടുത്തത് വരും. വാവയ്ക്ക് കുറവുണ്ട് അല്ലേ? വാവയ്ക്ക് ജലദോഷവും അതുപോലെ തന്നെ ചുമയൊക്കെ കുറവുണ്ട് കേട്ടോ. അമ്മ അച്ഛനിപ്പോ ചിലപ്പോൾ പാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് നേരത്തിന്. അവർക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിലാണ് രാവിലെ ആയാലും ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ നല്ല ഇഷ്ടമാണ്. പൊതുവെ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടമാണ്. നോക്കിയ റോസാപ്പൂ കണ്ടു വാവ.
മണ്ണുണ്ടോ നോക്കി? സൂപ്പറാണോ നോക്കാം? സൂപ്പറാണോ? ആ സൂപ്പറാണോ? മുള്ള് നല്ല മുള്ളാട്ടോ നമ്മുടെ ഒരു ഊട്ടി റോസി. നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. കിട്ടിയത് പോലെ ഇരിക്കും. അത്രയും നല്ല നമുക്ക് ഒന്നിനും പുറകെ ഒന്നായിട്ട് അടുത്തടുത്തായിട്ടോ കുറേ മുള്ളുകളുള്ളത്. നോക്കി, ഇത് നമ്മുടെ കയ്യിൽ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഹൈഡ്രാഞ്ചിയുടെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് നമ്മുടെ ഡയനയുടെ കൂടിയിട്ട് അപ്പോൾ ആൾ നമ്മളെ പുറത്ത് കണ്ടപ്പോഴത്തേക്കും നല്ല ബഹളമായിട്ടോ. അവിടെ കിടന്ന് ചാടി മറിഞ്ഞ് എങ്ങനെ ഇപ്പോൾ പുറത്ത് കിടക്കാൻ പറ്റുന്നുള്ള രീതിയിലായിട്ട് ആളുകളെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആളുടെ സൗണ്ട് നല്ല രീതിയിലുണ്ടാവും. എന്തായാലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിചാരിക്കും. നോക്കിയാൽ പ്രൂൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നോക്കി നല്ല രീതിയിലാട്ടോ പുതിയ തളിരിലേക്ക് വന്നാലും ഉഷാറായിട്ടാണ് നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു ഹൈഡ്രാഞ്ചിയുടെ പ്ലാന്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ പ്രൂണിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗാർഡനിൽ നിന്നുള്ളത് ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും മനസ്സിലാക്കാം. കാരണം നോക്കി എന്ത് രസമായിട്ട് നോക്കി നല്ല ബുഷി സെറ്റപ്പിലാട്ടോ ഒരേ ലെവലിൽ നോക്കി എല്ലാ ഇലകളും വന്നിട്ട് നല്ലൊരു കുളിർമയും നല്ലൊരു അടിപൊളിയായിട്ടാണ് വന്നിട്ട്. ഇനി പൂവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. കാരണം എല്ലാ ഇലകളും എല്ലാ ബ്രാൻഡ്സും ഒരേ ലെവലിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സമ്മതിക്കാതെ കേട്ടോ ആളവിടെ കിടന്ന് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായാലും നല്ല രസമായിരിക്കില്ലേ കാണാൻ വേണ്ടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗാർഡനിൽ നമ്മളിതുപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിങ്ങും അതേപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിങ് ആണെങ്കിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്നിരിക്കും. അതിൻ്റെ റിസൾട്ട് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എൻ്റെ ചെടിയൊക്കെ നല്ല രീതിയിൽ നനച്ച് കൊടുക്കണം. അപ്പോൾ നനയ്ക്കും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമാട്ടോ ഒരു അലമാര വാങ്ങുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 അലമാര ഉണ്ട്. പക്ഷേ നമ്മൾ ആവണിക്കുട്ടിയും കൂടി വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അറിയാം നമുക്ക് എന്തായാലും എത്ര സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത രീതിയായിരിക്കും ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവണിക്കുട്ടിയുടെയും കൂടി ഡ്രസ്സൊക്കെ വെക്കുമ്പോഴത്തേനും നമ്മുടെ അലമാരയിൽ ഭയങ്കര നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും എല്ലാം പാടെ വീഡിയോ കേട്ടോ. കാരണം നമ്മളിങ്ങനെ അടിക്കടിക്ക് മൊത്തത്തിൽ വെക്കുമ്പോൾ സ്പേസ് നല്ല രീതിയിൽ കുറവുണ്ട് എല്ലാവരും ഡ്രസ്സ് വെച്ച് വരുമ്പോൾ. നമുക്കൊരു അലമാര വളരെ അത്യാവശ്യമായിരുന്നു. അപ്പം ആ ഒരു ആഗ്രഹം താങ്കൾ നമ്മൾ സാധിച്ചിരിക്കുകയാണ്. ഇതാട്ടോ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള അലമാര. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് വാങ്ങി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സോ കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയാണ് നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുന്നത്. ആവണിക്കുട്ടി ഇപ്പം തന്നെ ആളുടെ ഡ്രസ്സ് വെക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവമൊക്കെ കാണിച്ചപ്പോൾ 3 ഡോറാട്ടോ വരുന്നത്. ഇതാട്ടോ വരണം. ഇതാകുമ്പോൾ നമുക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും വയ്ക്കാം. കാരണം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു അലമാരയാണ്. നമ്മൾ കുറച്ച് സൈസ് കൂടിയത് വാങ്ങിയിട്ടുള്ളതാണ്. കാരണം ഇനി ആണെങ്കിലും ഭാവിയിലാണെങ്കിലൊക്കെ നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ ഇപ്പോൾ ചെറുത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീടായാലും കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലുത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വലുതാട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ എവിടെ ഒരു ഡോർ വരുന്നുണ്ട്. 3 ഡോറാട്ടോ വരുന്നത്. അപ്പം മൊത്തത്തിൽ വർക്കിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. എന്നാലും നമുക്ക് ഒരുപാട് ഇഷ്ടമായി. ആവണിക്കുട്ടി എവിടെ വെക്കുന്ന ഡ്രസ്സ് ഇന്നലെ ആവണിക്കുട്ടി ഇത് കൊണ്ടുവന്ന ഒരു ടൈമിൽ നല്ല സന്തോഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് പുറത്ത് ഇങ്ങനെ അടയ്ക്കണം. നല്ല ഹാപ്പി ആയിരുന്നു ആണെന്നായാലും. അപ്പം നമുക്ക് വഴിയെ ഇതിൽ ഡ്രസ്സുകളൊക്കെ വെക്കണല്ലേ പൊന്നാ. ഇനി അടയ്ക്കാം. ഇപ്പൊ തന്നെ ഡ്രസ്സൊക്കെ കൊണ്ട് ആളെ അടുക്കൽ തുടങ്ങി. ഇനിയിപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുത്താൽ മതിയായിരിക്കും. എല്ലാം കൊണ്ട് നമ്മുടെ ആവണിക്കുട്ടി എല്ലാം അടുക്കി ഒതുക്കി വെച്ചോളൂ. ഇനിപ്പാ അലമാര കാണിച്ചു കൊടുത്തോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇനി നമ്മുടെ അത്യാവശ്യത്തിനെക്കാളും കൂടുതൽ നമ്മുടെ ആഗ്രഹമാണ് കേട്ടോ നമ്മൾ സാധിച്ചത്. കാരണം എന്താ നമ്മൾ അലമാര നോക്കാൻ പോയ ടൈമിൽ ഇതും കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ട് കളറായാലും ടെക്സ്ചറും കാര്യങ്ങളും മൊത്തത്തിൽ നമുക്ക് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് അതേ സെയിം സംഭവം കിട്ടിയപ്പോൾ നമ്മളൊന്നും നോക്കിയില്ലാട്ടോ. അപ്പൊ ഇതും കൂടി അലമാര വാങ്ങിയ കൂടുതൽ വാങ്ങിയിട്ടപ്പോൾ ഇതും കൂടിയാണ് നമ്മൾക്ക് വാങ്ങിയിട്ടപ്പോൾ നമ്മുടെ ഇത് വാങ്ങുമ്പോൾ എന്തായാലും അങ്ങനെ ആ 2 ആഗ്രഹം നമുക്ക് സാധിച്ചു കേട്ടോ. എന്താ പിന്നെ ഇന്നലെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയണ്ടാവും. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി നോക്കി സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഏട്ടൻ പോയിട്ട് ഇന്നലെ വൈകിട്ട് എടുത്തിട്ട് വരാം. അവിടെ ചിലപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത അടിപൊളി സംഭവം തന്നെയാണ്. നമുക്ക് നമ്മുടെ എല്ലാ പ്ലാന്റ്സും നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം കേട്ടോ. രാവിലെയും വൈകുന്നേരം നല്ല രീതിയിൽ നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ നനയ്ക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ പുതുതായിട്ട് കുറേ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേരി വിട്ട് സെറ്റ് ആവുന്നതിന് നല്ല രീതിയിൽ നനച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരും. മൊത്തത്തിൽ ഏകദേശം ഇവിടെ സെറ്റായി തുടങ്ങിയത്. കാരണം നമ്മൾ നട്ടൊരു ടൈമിൽ ഈ ഒരു പൂവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ നട്ടതിന് ശേഷം ഉണ്ടായിട്ടൊരു പൂവാണ്. ഞാൻ ഇവിടെ നന തുടങ്ങിയതും നമ്മുടെ ആവണിക്കൂടി ഇതാ കുപ്പിയും പാത്രമൊക്കെ പെരുക്കി വന്നിട്ടുണ്ടോ. വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ ഒരാവശ്യം ഒരാൾ വെറുതെ വിടില്ലല്ലോ. വേണ്ട 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 വാവു പനി മാറട്ടെട്ടോ. എന്നിട്ട് നനയ്ക്കാം നമുക്ക്. അപ്പം അതെല്ലാം നല്ല രീതിയിൽ നനച്ച് കൊടുക്കട്ടെ. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങോട്ട് നനയ്ക്കാൻ. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളൊന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക്
ഇവിടെ അപ്പുറത്തെ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നോക്കിയ കുപ്പിയിൽ വെള്ളമാക്കിയിട്ടാട്ടോ നമ്മുടെ ആവണിക്കുട്ടി ചെടി നനയ്ക്കുന്നത്. ആവണിക്കുട്ടിയുടെ ആത്മാർത്ഥത ആരും കാണാതെ പോകരുത്. നോക്കി എന്ത് കഷ്ടപ്പെട്ട് എൻ്റെ സ്വത്ത് നനയ്ക്കുന്നത്. റോസിൻ്റെ അറ്റം കിട്ടാത്തതുകൊണ്ടല്ല, എന്നിട്ട് ഈ റോസ് വലിച്ച് എല്ലാവരും നനയ്ക്കുന്നത്. ചില സമയത്ത് നമ്മളിപ്പോൾ വൈകുന്നേരത്തേക്ക് നനയ്ക്കുന്ന ടൈമിൽ ആളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവും അതേപോലെ നനയ്ക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ നനച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോട്ടുകളിൽ വെച്ചിട്ടുള്ള ഇവിടുത്തെ ആന്തൂര്യങ്ങളായാലും അല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് നനയ്ക്കാൻ പിന്നെ അല്ലാത്ത കുറച്ചുണ്ടാകുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയുടെ ചെടികൾ ഫുള്ള് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ നന തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും നനച്ച് എല്ലാവരും ഒന്ന് നനച്ച് കയറാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ചധികം പ്ലാന്റ്സ് കൊണ്ട് തന്നെ എല്ലാവരും നന എത്തണമല്ലോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതും കൂടി നല്ല രീതിയിൽ നനയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തതിന് ശേഷം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.